श्रीवासादि गौरभक्तवृन्द हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവത്ഗീത ഓവർവ്യൂവിന്റെ 6ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ 5ാമത്തെ അധ്യായം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. കൃഷ്ണാവബോധം, കർമ്മയോഗം, കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം. ഇന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ളത് 6ാമത്തെ അധ്യായമാണ്, ധ്യാനയോഗം. കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധ്യാനയോഗത്തിലൂടെയും ഒരു വ്യക്തിക്ക് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നേടാൻ സാധിക്കും. ധ്യാനയോഗത്തിലൂടെ ഒരു വ്യക്തിക്ക് ഭഗവാനിലുള്ള വിശ്വാസം ഉറയ്ക്കും. അതിനുശേഷം ഒരു വ്യക്തിക്ക് ഭക്തിയോഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതിന് ധ്യാനയോഗം സഹായിക്കും എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അധ്യായത്തിൽ എങ്ങനെയാണ് ധ്യാനയോഗം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ യോഗ പരിശീലനം ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവത്ഗീതയിൽ ഏത് അധ്യായം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതെല്ലാം യോഗമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? വ്യത്യസ്തമായിട്ടുള്ള യോഗമാണ്. അപ്പൊ യോഗ പരിശീലനത്തിന്റെ ഏറ്റവും ആധികാരികമായിട്ട് ഉള്ള ഗ്രന്ഥം ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീതയിൽ വ്യത്യസ്തമായിട്ടുള്ള യോഗങ്ങളാണ് പറഞ്ഞു തരുന്നത്. യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനോട് അടുക്കാനുള്ള വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളാണ്. വ്യത്യസ്ത മാർഗങ്ങളിലൂടെ ഭഗവാനോട് അടുക്കാനും അവസാനം നമ്മൾക്ക് ഭക്തിയോഗത്തിൽ എത്തിച്ചേരാനും സാധിക്കും. ഭക്തിയോഗത്തിൽ മാത്രമേ നമ്മൾക്ക് ഭഗവാനെ സേവിക്കാൻ സാധിക്കൂ. എല്ലാ യോഗങ്ങളും അവസാനം ഭക്തിയോഗത്തിലാണ് എത്തിക്കുന്നത്. ഭക്തിയോഗമാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള യോഗ പദ്ധതി എന്ന് ഭഗവാൻ ഈ അധ്യായത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. ഭഗവാൻ ധ്യാനയോഗമാണ് വിവരിക്കുന്നതെങ്കിലും അവസാനം ഭഗവാൻ പറയുന്നു ഭക്തിയോഗമാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള യോഗം. ഈ ധ്യാനയോഗം തനിക്ക് പരിശീലിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് അർജുനൻ പറയുകയും ചെയ്തു. ഭഗവാൻ ധ്യാനയോഗം വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. പക്ഷെ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും, അർജുനൻ പറയുന്നുണ്ട്, എനിക്ക് ഈ ധ്യാനയോഗം പരിശീലിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അർജുനൻ ഏത് യുഗത്തിലാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്? അർജുനൻ ഏത് യുഗത്തിലാണ് ജീവിച്ചിരുന്നത്? ദ്വാപരയുഗത്തിലാണ് അർജുനൻ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ദ്വാപരയുഗത്തിലുള്ള ആളുകളുടെ കഴിവ് കൂടുതലാണ്. കലിയുഗത്തിലുള്ള ആളുകളെക്കാൾ കൂടുതൽ ഓർമ്മശക്തി, കൂടുതൽ ബുദ്ധിശക്തി, കൂടുതൽ ആയുസ്, കൂടുതൽ മനസ്സിന്റെ നിയന്ത്രണം, ഇതൊക്കെ ദ്വാപരയുഗത്തിൽ ഉള്ള വ്യക്തികൾക്കുണ്ടാകും. പക്ഷെ ആ ദ്വാപരയുഗത്തിലുള്ള അർജുനൻ പോലും ധ്യാനയോഗം നിരാകരിച്ചു. എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല, അഷ്ടാംഗയോഗം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. കാരണം മനസ്സ് നിയന്ത്രിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ്വാപരയുഗത്തിൽ നിരാകരിക്കപ്പെട്ട ഒരു യോഗമാണ് ധ്യാനയോഗം. അതുകൊണ്ട് കലിയുഗത്തിലുള്ള ആളുകൾക്ക് ഈ ധ്യാനയോഗം അല്ലെങ്കിൽ അഷ്ടാംഗയോഗം പരിശീലിക്കാൻ തീരെ സാധിക്കുകയില്ല, അല്ല. കാരണം കലിയുഗത്തിൽ കൂടുതൽ ഡിഗ്രഡേഷൻ ആണ് സംഭവിക്കുന്നത്. അതായത് കഴിവുകൾ കുറയുകയാണ് ചെയ്യുന്നത്. ഓർമ്മശക്തി, ബുദ്ധിശക്തി, ആയുസ്, ഇതൊക്കെ ദ്വാപരയുഗത്തിനെ അപേക്ഷിച്ച് കലിയുഗത്തിൽ കുറവാണ്. കലിയുഗത്തിലുള്ള ആളുകൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് ധ്യാനയോഗമല്ല. ഇവിടെ ഭഗവാൻ ധ്യാനയോഗം നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും ആ കാര്യം ശീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. കലിയുഗത്തിൽ നമ്മൾക്ക് നിർദ്ദേശിക്കുന്ന മാർഗം എന്താണ്? ഭഗവാന്റെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഹൃദയധ്യായതോ വിഷ്ണു ത്രേതായേ യജതോ മകേ ദ്വാപരേ പരിചര്യായാം കലൗതധരികീർത്തനാം. ഹൃദയയുഗത്തിലാണ് ഈ ധ്യാനയോഗം എല്ലാവർക്കും പരിശീലിക്കാൻ സാധിക്കുന്നത്. ഹൃദയയുഗത്തിൽ, ആദ്യത്തെ യുഗത്തിൽ അതിനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ട്. ഒരുപാട് വർഷം ആയുസ്സുണ്ട്. എല്ലാവരും നല്ല സാത്വിക ഗുണത്തിലുള്ള ആളുകളാണ്. വലിയ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, കലഹങ്ങളൊന്നുമില്ല. എല്ലാവരും സത്യസന്ധമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവർക്ക് ധ്യാനയോഗം വളരെ കൃത്യമായിട്ട് പരിശീലിക്കാൻ സാധിക്കും, അല്ലെ? ധ്യാനയോഗം പരിശീലിച്ചിരുന്ന ആളുകളെ
നമ്മൾക്കറിയാം അവർ ഒരുപാട് വർഷം ധ്യാനിച്ചതിന് ശേഷമാണ് ഈശ്വര സാക്ഷാത്കാരം അവർക്ക് ലഭിക്കുന്നത്. ഇപ്പൊ വാൽമീകി മഹർഷിയൊക്കെ 10,000-കണക്കിന് വർഷം തപസ് ചെയ്തതായിട്ട് നമ്മൾ വായിക്കും. അതേപോലെ ഭാഗവതത്തിൽ പറയുന്നു കർദമ മുനി 10,000 വർഷം തപസ് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇതൊക്കെ കഥയാണ്. എങ്ങനെയാണ് അവർ 10,000 വർഷം തപസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ധ്യാനം ചെയ്യുന്നത്? നമ്മൾക്ക് ആകെ ആയുസ് 100 വർഷമേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾക്ക് ആചാര്യന്മാരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ യുഗത്തിലും ആയുസ് വ്യത്യസ്തമാണ്. കലിയുഗത്തിലാണ് ഏറ്റവും കുറഞ്ഞ ആയുസ്, 100 വർഷം മാത്രമേ ആയുസുള്ളൂ. ദ്വാപരയുഗത്തിൽ 1000 വർഷമാണ്. ത്രേതായുഗത്തിൽ 10,000 വർഷമാണ്. സത്യയുഗത്തിൽ കൃതയുഗത്തിൽ 1,00,000 ഒരു മനുഷ്യന്റെ ആയുസ്. അപ്പം അങ്ങനെ ദീർഘായുസ്സുള്ള സമയത്താണ് ഈ ധ്യാനയോഗം പരിശീലിക്കാൻ സാധിക്കുന്നത്. കാരണം ധ്യാനയോഗത്തിലൂടെ നമ്മൾക്ക് സാക്ഷാത്കാരം ലഭിക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. കലിയുഗത്തിൽ അത്രയും നമ്മൾക്ക് സമയമില്ല. അതുകൊണ്ടാണ് നേരിട്ടുള്ള ഈശ്വര സാക്ഷാത്കാരം, നേരിട്ട് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടുള്ള പദ്ധതി കലിയുഗത്തിലേക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ധ്യാനയോഗം എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഒരുപാട് യോഗ ക്ലാസ്സുകളൊക്കെ നമ്മൾ പോവാറുണ്ട്. യോഗ എന്നുള്ള പേരിൽ നമ്മൾ പോകാറുണ്ട്. അപ്പൊ അവിടെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ യോഗ തന്നെയാണോ, എങ്ങനെയാണ് യഥാർത്ഥ യോഗ ചെയ്യേണ്ടത് എന്നൊക്കെ ഭഗവാൻ ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. യഥാർത്ഥ യോഗ എന്താണ് എന്ന് നമുക്ക് ഈ അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പൊ ഈ 6ാമത്തെ അധ്യായം നമുക്ക് നോക്കാം. ഇതിൽ ആകെ 47 ശ്ലോകമാണുള്ളത്. ഈ അധ്യായത്തിന്റെ പേര് ധ്യാനയോഗം എന്നാണ് ശ്രീല പ്രഭുപാദർ ഈ അധ്യായത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. ധ്യാനയോഗം. 47 ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. നമ്മൾക്ക് പഠിക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടി ഈ അധ്യായത്തിനെ കുറച്ച് ഭാഗങ്ങളായിട്ട് തിരിക്കാൻ സാധിക്കും. 8 ഭാഗമായിട്ട് ഈ അധ്യായത്തിനെ തിരിക്കാൻ സാധിക്കും. ആദ്യം നമ്മൾക്ക് ഏതൊക്കെ ഭാഗങ്ങളായി തിരിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം നോക്കാം. ആദ്യത്തെ ഭാഗത്ത്, 1ാമത്തെ ഭാഗത്ത് 1 മുതൽ 4 വരെയുള്ള ശ്ലോകങ്ങൾ. 1 മുതൽ 4 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത് യഥാർത്ഥ സന്യാസി ആരാണ്, ആരാണ് യഥാർത്ഥ സന്യാസി, സന്യാസം എന്നുള്ള വാക്കുകൊണ്ട് ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് 1 മുതൽ 4 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്. ആദ്യത്തെ ശ്ലോകം അർജുനന്റെ ചോദ്യമാണ്. ആദ്യത്തെ ശ്ലോകം ഭഗവാൻ സന്യാസത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നതാണ്. കാരണം കഴിഞ്ഞ അധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സന്യാസത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ അധ്യായത്തിലെ ചോദ്യത്തിന്റെ വിശദീകരണമാണ് ഈ അധ്യായത്തിലും ഭഗവാൻ തുടരുന്നത്. ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ സന്യാസത്തിന്റെ വിശദീകരണം പറയുന്നുണ്ട്. ആരാണ് യഥാർത്ഥ സന്യാസി എന്ന് പറയുന്നുണ്ട്. അത് 1 മുതൽ 4 വരെയുള്ള ശ്ലോകങ്ങൾ 1ാമത്തെ ഭാഗം. 2ാമത്തെ ഭാഗം 5 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങളിൽ 5 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ ആരാണ് നമ്മുടെ യഥാർത്ഥ ശത്രുവും ആരാണ് നമ്മുടെ യഥാർത്ഥ മിത്രവും എന്ന് പറഞ്ഞു തരുന്നുണ്ട്. ആരാണ് നമ്മുടെ ശത്രു, ആരാണ് നമ്മുടെ മിത്രം എന്ന് 5 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങളിൽ 2ാമത്തെ ഭാഗത്ത് ഭഗവാൻ പറയുന്നുണ്ട്. 3ാമത്തെ ഭാഗം 8 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങളാണ്. 8 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങൾ, 8ഉം 9ഉം ശ്ലോകങ്ങൾ. അവിടെ ഭഗവാൻ യഥാർത്ഥ യോഗിയുടെ ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്നു. ഒരു യഥാർത്ഥ യോഗി ആരാണ് എന്നുള്ള കാര്യം 8, 9 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്. 4ാമത്തെ ഭാഗം 10 മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങളിൽ 10 മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങളിൽ എങ്ങനെയാണ് അഷ്ടാംഗയോഗം ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ വിശദീകരിക്കുകയാണ്. അഷ്ടാംഗയോഗം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് 4ാമത്തെ ഭാഗത്ത് വിശദീകരിക്കുന്നു, 10 മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങളിൽ. അതിനുശേഷം 5ാമത്തെ ഭാഗത്ത് 27 മുതൽ 32 വരെയുള്ള ശ്ലോകങ്ങളിൽ
27 മുതൽ 32 വരെയുള്ള ശ്ലോകങ്ങളിൽ യോഗ പരിശീലനത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. യോഗ യഥാർത്ഥ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എന്തെല്ലാം നേട്ടങ്ങളാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത് എന്ന 5-ാമത്തെ ഭാഗത്ത് ഭഗവാൻ പറയുന്നു. 27 മുതൽ 32 വരെയുള്ള ശ്ലോകങ്ങളിൽ. അതിനുശേഷം 6-ാമത്തെ ഭാഗം 33 മുതൽ 36-ാമത്തെ ശ്ലോകം വരെ, 33 മുതൽ 36 വരെയുള്ള ശ്ലോകങ്ങളിൽ അർജുനൻ തനിക്ക് യോഗ പദ്ധതി യോജിക്കുന്നതല്ല, തനിക്ക് യോഗ പദ്ധതി യോജിക്കുന്നതല്ല എന്ന് പറഞ്ഞ സമയത്ത് ഭഗവാൻ അതിന് മറുപടി നൽകുന്നതാണ് 33 മുതൽ 36 വരെയുള്ള ശ്ലോകങ്ങൾ. 33-ാമത്തെ ശ്ലോകത്തിൽ അർജുനന്റെ ചോദ്യമാണ്. ഈ യോഗ പദ്ധതി തനിക്ക് യോജിക്കുന്നതല്ല എന്ന് അർജുനൻ പറഞ്ഞ സമയത്ത് ഭഗവാൻ അതിന് മറുപടി നൽകുന്നു. ഇനി അടുത്ത ഭാഗം 7-ാമത്തെ ഭാഗം യോഗത്തിൽ പരാജിതനായവന്റെ ഗതി എന്താണ് എന്നാണ് ഈ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. 37 മുതൽ 45 വരെയുള്ള ശ്ലോകങ്ങളിൽ ഒരു വ്യക്തി യോഗ പരിശീലനത്തിന് വന്നു. യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനുമായി അടുക്കുന്നതിനുള്ള വ്യത്യസ്ത മാർഗങ്ങളാണ്. അതിനൊക്കെ യോഗം എന്നാണ് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള യോഗങ്ങളുണ്ട് അല്ലെ? ജ്ഞാനയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം, ബുദ്ധിയോഗം എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്തമായിട്ടുള്ള യോഗങ്ങളുണ്ട്. ഇതെല്ലാം ഭഗവാനോട് അടുക്കുന്നതിനുള്ള വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളാണ്. അതിൽ യോഗ പദ്ധതി ചെയ്യാൻ വേണ്ടി വന്നു. നിയമങ്ങളൊക്കെ അനുസരിക്കാൻ തുടങ്ങി, ഭഗവാന്റെ നാമം ജപിക്കാൻ തുടങ്ങി. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ അതിൽ തുടരാൻ സാധിച്ചില്ല. സാഹചര്യങ്ങൾ കൊണ്ട്, വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് യോഗ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു. പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തിയിലേക്ക് വന്നു, അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ തുടരാൻ സാധിച്ചില്ല, മുടങ്ങിപ്പോയി. അപ്പൊ എന്ത് സംഭവിക്കും? അത് ദോഷമാണോ എന്ന് അർജുനൻ ചോദിക്കുന്നുണ്ട്. അപ്പം അത് ദോഷമാണോ അല്ലയോ എന്നുള്ള കാര്യം ആ ഭാഗത്ത് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. യോഗത്തിൽ പരാജിതനായവന്റെ ഗതി എന്താണ്? യോഗ പദ്ധതിയിലേക്ക് വന്ന് പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭക്തിയുത സേവനമൊക്കെ തുടങ്ങി, ഭഗവത്ഗീത വായിക്കാൻ തുടങ്ങി, ഭഗവാന്റെ നാമം ജപിക്കാൻ തുടങ്ങി, ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിർത്തേണ്ടി വന്നു, നിർത്തിപ്പോയി. അപ്പൊ അതിന് ദോഷമുണ്ടോ, അത് തെറ്റാണോ എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് 7-ാമത്തെ ഭാഗത്തില് 37 മുതൽ 45 വരെയുള്ള ശ്ലോകങ്ങൾ. അതിനുശേഷം അവസാനത്തെ ഭാഗത്ത് 46-47 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത് ഏറ്റവും ഉന്നതനായിട്ടുള്ള യോഗി, വ്യത്യസ്തമായിട്ടുള്ള യോഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള യോഗ പരിശീലനം ചെയ്യുന്നത് ഭക്തിയോഗിയാണ് എന്ന് പറയും. ഭഗവാന്റെ ഭക്തനാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ള യോഗി എന്ന് ഭഗവാൻ അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട് 46-47 ശ്ലോകങ്ങളിൽ 8-ാമത്തെ ഭാഗത്ത്. അങ്ങനെ 8 ഭാഗങ്ങളായിട്ട് നമ്മൾക്ക് ഈ അദ്ദേഹത്തിനെ തരംതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഈ 8 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാണോ? ഓക്കെ, യെസ്. അപ്പൊ ഇനി നമ്മൾക്ക് ശ്ലോകങ്ങളിലേക്ക് നോക്കാം. 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ സന്യാസി ആരാണെന്ന് പറഞ്ഞു തരുന്നു. ഭഗവാന്റെ ഉദ്ദേശത്തിൽ ആരാണ് യഥാർത്ഥ സന്യാസി? കാവ്യ വസ്ത്രം അണിഞ്ഞ ആളാണോ, അല്ലെങ്കിൽ താടി വളർത്തിയ ആളാണോ, എങ്ങനെയുള്ള വ്യക്തിയാണ് സന്യാസി എന്നുള്ള കാര്യം ഭഗവാൻ പറയുന്നുണ്ട്. 1-ാമത്തെ ശ്ലോകത്തിൽ സന്യാസിയുടെ നിർവചനമാണ്. 1-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ശ്രീ ഭഗവാൻ ഉവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോദ്യ സന്യാസി ച യോഗി ച ന നിരഗ്നിർ ന ചാക്രിയ. ഭഗവാൻ പറയുന്നത് കർമ്മഫലത്തിൽ ആസക്തിയില്ലാതെ, അനാശ്രിത കർമ്മഫലം ആഗ്രഹിക്കാതെ, കാര്യം കർമ്മ കരോദ്യ, എന്താണോ ചെയ്യേണ്ടത്, ശാസ്ത്രവിധി പ്രകാരം എന്താണോ ചെയ്യേണ്ടത്, കാര്യം കർമ്മ, അത് ചെയ്യുന്ന വ്യക്തിയാണ് സന്യാസി എന്ന് പറയുന്നത്. അപ്പൊ തനിക്ക് എന്തെങ്കിലും ലാഭമുണ്ടാകുമോ നഷ്ടമുണ്ടാകുമോ എന്നൊന്നും നോക്കാതെ ഭഗവാൻ നിർദ്ദേശിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കർമ്മം ചെയ്യുന്ന വ്യക്തിയാണ് സന്യാസി. യഥാർത്ഥത്തിൽ ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യുന്ന വ്യക്തിയാണ് സന്യാസി. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. സന്യാസീച യോഗീച ന നിരഗ്നിർ ന ചാക്രിയ. സന്യാസിയും യോഗിയും ഒക്കെ
ആ വ്യക്തി തന്നെയാണ് യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭഗവാനോട് അടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യുന്ന വ്യക്തികളാണ് യോഗിമാർ. അല്ലാതെ നമ്മൾ ഒരു വസ്ത്രം മാറിയത് കൊണ്ട് മാത്രം ഒരു സന്യാസിയാകാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഭഗവാന്റെ സേവനം ഭഗവാന് ഇഷ്ടമാണ്, അനാശ്രിത കർമ്മഫലം. അതുകൊണ്ട് തനിക്കെന്താണ് ലാഭം ഉണ്ടാകുന്നത്, തനിക്കെന്താണ് നഷ്ടമുണ്ടാകുന്നത് എന്നൊന്നും ചിന്തിക്കാതെ ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ള ചിന്തയിൽ, എന്നുള്ള മനോഭാവത്തിൽ കർമ്മം ചെയ്യുന്ന വ്യക്തിയാണ് ഒരു സന്യാസി എന്ന് പറയുന്നത്. സന്യാസി കർമ്മം ചെയ്യുന്ന വ്യക്തിയാണ്. ആർക്ക് വേണ്ടി? നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യുന്ന വ്യക്തിയാണ് സന്യാസി. ലാഭമോ നഷ്ടമോ ഒന്നും ചിന്തിക്കാതെ. അല്ലാതെ മറ്റ് ഭൗതിക കർമ്മങ്ങൾ ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രം നമ്മൾ സന്യാസിയാകുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ന നിരഗ്നിർന ചാക്രിയ. അഗ്നിഹോത്രം ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രം ഒരു വ്യക്തി സന്യാസിയാകുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭൗതിക കർമ്മങ്ങൾ ഉപേക്ഷിക്കുക മാത്രമല്ല, ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യുകയും വേണം. ലാഭനഷ്ടങ്ങളൊന്നും ചിന്തിക്കാതെ ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യണം. അങ്ങനെയുള്ള വ്യക്തിയാണ് ഒരു സന്യാസി. ഭഗവാന്റെ കണ്ണിൽ ഒരു സന്യാസി എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യുന്ന ഒരു ഭക്തനാണ് ഭഗവാന്റെ കണ്ണിൽ ആരായിട്ടുള്ളത്? യഥാർത്ഥ സന്യാസിയായിട്ട് ഭഗവാൻ കാണുന്നുണ്ട്. ഭഗവാന് വേണ്ടി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിലുള്ള സന്യാസി എന്ന് ഇവിടെ ഭഗവാൻ പറയുന്നു. നമ്മൾക്ക് വലിയൊരു ഉദാഹരണം നമ്മുടെ മുന്നിലുള്ളത് ശ്രീല പ്രഭുപാദർ തന്നെയാണ് അല്ലെ. അദ്ദേഹം ഭഗവാന് വേണ്ടി എല്ലാവിധ കർമ്മങ്ങളും ചെയ്യുകയാണ് ഉണ്ടായത്. സന്യാസി എന്ന് പറഞ്ഞിട്ട് എവിടെങ്കിലും ഇരിക്കുക, ധ്യാനിച്ചിരിക്കുകയല്ല അദ്ദേഹം ചെയ്തത്. വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങൾ അദ്ദേഹം എല്ലാ രാജ്യങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് 70 വയസ്സിന് ശേഷം പ്രായമായിട്ടുള്ള സമയത്ത് എല്ലാ രാജ്യങ്ങളിലും സഞ്ചരിച്ച് എല്ലാവിധ ക്ലേശങ്ങളും സഹിച്ച്, ചൂടും തണുപ്പും ഒന്നും നോക്കാതെ, പ്രായത്തിനെ നോക്കാതെ 4 മണിക്കൂർ മാത്രം ഉറങ്ങിക്കൊണ്ട് ബാക്കി സമയം മുഴുവൻ ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ടിരുന്നു. അല്ലെ, ഇത്രയും പുസ്തകങ്ങൾ അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. ഭഗവത്ഗീത, നമ്മളിപ്പോൾ പഠിക്കുന്ന ഭഗവത്ഗീത, അതേപോലെ നമ്മൾ വായിക്കുന്ന ഭാഗവതം, അല്ലെ, 18 പുസ്തകമായിട്ടാണ് ഭാഗവതം പ്രസിദ്ധീകരിച്ചത്. അത്രയും പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. ഭാഗവതം, ചൈതന്യ ചരിതാമൃതം, ഭക്തിരസാമൃത സിന്ധു, ആത്മഗവേഷണം, ഇങ്ങനെ നമ്മളെ എങ്ങനെയെങ്കിലും ഭക്തിയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, ഭക്തന്മാർ എങ്ങനെ ഭഗവാനെ ആരാധന ചെയ്യണമെന്ന് എല്ലാവരെയും പരിശീലിപ്പിച്ചു. വിദേശത്തുള്ള ആളുകളെ ഒക്കെ പരിശീലിപ്പിച്ചു. ഇത്രയും ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ 108 ക്ഷേത്രങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ അദ്ദേഹം സ്ഥാപിച്ചു. അപ്പൊ ഭഗവാന് വേണ്ടി ഒരു വിശ്രമവും ഇല്ലാതെ ഓടി നടന്ന് സേവനം ചെയ്യുന്ന വ്യക്തിയാണ് യഥാർത്ഥ സന്യാസി എന്ന് ഇവിടെ ഭഗവാൻ പറയുന്നു. അങ്ങനെയുള്ള ഭക്തന്മാരാണ് യഥാർത്ഥത്തിലുള്ള സന്യാസിമാരെന്ന് ഭഗവാന്റെ കാഴ്ചപ്പാടിൽ ഭഗവാൻ പറയുന്നുണ്ട്. അല്ലാതെ ധ്യാനിച്ചിരിക്കുന്ന വ്യക്തിയല്ല ഒരു സന്യാസി എന്ന് ഭഗവാൻ പറയുന്നു. അതിനുശേഷം ഭഗവാൻ അടുത്ത ഭാഗത്ത് നമ്മുടെ യഥാർത്ഥ മിത്രമാരാണ്, യഥാർത്ഥ ശത്രു ആരാണ് എന്ന് പറയുന്നുണ്ട് 5-6 ശ്ലോകങ്ങളിൽ. ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. നമ്മുടെ ശത്രു നമ്മുടെ പുറത്തല്ല, നിയന്ത്രണമില്ലാത്ത നമ്മുടെ മനസ്സാണ് നമ്മുടെ വലിയ ശത്രു. അതാണ് നമ്മളെ പല സ്ഥലത്തും കൊണ്ടുപോയി കൊടുക്കുന്നത്. നമ്മളെ പല കർമ്മബന്ധങ്ങളിലും കൊണ്ടുപോയി കൊടുക്കുന്ന നമ്മുടെ ശത്രുവായിട്ടുള്ളത് നമ്മുടെ മനസ്സ് തന്നെയാണ്. എങ്ങനെയുള്ള മനസ്സാണ് ശത്രു, എങ്ങനെയുള്ള മനസ്സാണ് മിത്രം എന്ന് 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ബന്ധുരാത്മാൻ മനസ്തസ്യ ഏനാത്മൈവ ആത്മനാജിത. നിയന്ത്രിക്കാൻ സാധിക്കുന്ന മനസ്സ് നമ്മുടെ മിത്രമാണെന്ന് പറയുന്നു, നമ്മുടെ സുഹൃത്താണ്. നിയന്ത്രിക്കാൻ സാധിക്കാത്ത മനസ്സ് അനാത്മനസ്തു ശത്രുത്തെ വർത്തയിതാത്മൈവ ശത്രു. നിയന്ത്രിക്കാൻ സാധിക്കാത്ത മനസ്സ് നമ്മുടെ ശത്രുവായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയും. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഈ ശത്രുവിനെ അടക്കുകയാണ് ചെയ്യേണ്ടത്. അതിനാണ് വ്യത്യസ്തമായിട്ടുള്ള യോഗ പദ്ധതികൾ പരിശീലിക്കാൻ പറയുന്നത്. ഇവിടെ ഭഗവാൻ ധ്യാനയോഗം പരിശീലിക്കാൻ പറയുന്നതിനുള്ള കാരണം
നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ സേവനത്തിലേക്ക് വരാൻ സാധിക്കൂ. അല്ലെങ്കിൽ നമ്മൾ പറയും എനിക്ക് സമയമില്ല. സമയമില്ല എന്ന് പറയാൻ കാരണം എന്താണ്? മനസ്സിന് ഇഷ്ടപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ സേവനം ചെയ്യാൻ നമുക്ക് സമയമില്ല എന്നാണ് മനസ്സ് പറയുന്നത്. അവിടെ മനസ്സ് ശത്രുവാണ്. അല്ലെ, നാമം ജപിക്കണം എന്ന് പറയുമ്പം നമ്മൾ പറയും എനിക്ക് സമയമില്ല, നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഭഗവത്ഗീത ക്ലാസ് ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറയും ഇല്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലെ വീട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് സമയമില്ല എന്ന് പറയും. അപ്പൊ ഇതിനത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണ് അർത്ഥം. അപ്പം ഭഗവാന്റെ സേവനത്തിന് പ്രാധാന്യം കൊടുക്കാത്ത നമ്മുടെ മനസ്സ്, അത് നമ്മുടെ ശത്രുവാണ് എന്നാണ് പറയുന്നത്. നമ്മളെ ഭക്തിയോഗം ചെയ്യാൻ അനുവദിക്കുന്നില്ല, ഭഗവാന്റെ സേവനം ചെയ്യാൻ അനുവദിക്കാത്തതാരാണ്? നമ്മുടെ മനസ്സ് തന്നെയാണ്. പുറമേയുള്ള ആളുകളല്ല, നമ്മുടെ മനസ്സാണ് അതിന് അനുവദിക്കാത്തത്. അപ്പൊ ഭഗവാന്റെ സേവനത്തിലേക്ക് വരാൻ അനുവദിക്കാത്ത മനസ്സാണ് നമ്മുടെ ശത്രുവായിട്ടുള്ളത് എന്നിവിടെ ഭഗവാൻ പറയുന്നു. അങ്ങനെയുള്ള മനസ്സിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഭഗവാൻ ഇവിടെ ധ്യാനയോഗം നിർദ്ദേശിച്ചു. അപ്പൊ ഭഗവത്ഗീത എല്ലാ യുഗത്തിലേക്കുള്ള യോഗങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്. ധ്യാനയോഗം സത്യയുഗത്തിലേക്കുള്ളതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾക്കറിയാം, ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഭഗവത്ഗീതയും എല്ലാ യുഗത്തിലേക്കുമുള്ള യോഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഭഗവത്ഗീത ഒരു യുഗത്തിൽ മാത്രമല്ല നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്, എല്ലാ യുഗങ്ങളിലും ഭഗവത്ഗീത ഉപദേശിക്കപ്പെടുന്നുണ്ട്. അല്ലെ, സംഭവാമി യുഗേ യുഗ എന്നുമുണ്ട്. ഭഗവത്ഗീതയിൽ നമ്മൾ ഈ ധ്യാനയോഗം കാണുന്നതിൽ വലിയ അത്ഭുതമില്ല, അത് മറ്റുള്ള യുഗത്തിലേക്കുള്ള കാര്യമാണെങ്കിൽ പോലും. അപ്പം അത് നമ്മൾക്ക് ഈ കലിയുഗത്തിൽ അത്ര എളുപ്പത്തിൽ പരിശീലിക്കാൻ സാധിക്കില്ല. യോഗ എന്ന് നമ്മൾ പറഞ്ഞു പഠിക്കുന്നത് എന്താണ്, യഥാർത്ഥ യോഗമാണോ അല്ലയോ എന്ന് ഇവിടെ ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. യഥാർത്ഥ യോഗത്തിനെ കുറിച്ച്, യഥാർത്ഥ യോഗ എങ്ങനെ ചെയ്യണം, അഷ്ടാംഗ യോഗം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. 10ാമത്തെ ശ്ലോകം മുതൽ യോഗ പദ്ധതിക്ക് വേണ്ടി എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് എന്ന് 10ാമത്തെ ശ്ലോകം മുതൽ ഭഗവാൻ പറയുന്നു. 10ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസി സ്ഥിത ഏകാഗി യഥചിത്താത്മാ നിരാശി അപരിഗ്രഹം. ഒരു വ്യക്തി യഥാർത്ഥ യോഗം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഷ്ടാംഗ യോഗം ധ്യാനയോഗം പരിശീലിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആണ് യോഗം പരിശീലിക്കേണ്ടത് എന്ന് പറയും. അല്ലാതെ ഒരു ക്ലാസ്സിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് പരിശീലിക്കുന്നതല്ല യോഗം. ഏകാഗി ഏകാഗി ഒറ്റയ്ക്കിരുന്ന് പരിശീലിക്കണം. രഹസ്യസ്ഥിത ആരും കാണാത്ത ഒറ്റയ്ക്കിരുന്ന് ആണ് യോഗം പരിശീലിക്കേണ്ടത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ടാണ് പണ്ടത്തെ ആളുകളൊക്കെ വനത്തിൽ പോയിട്ട് യോഗം പരിശീലിക്കുന്നത്, അല്ലേ. അപ്പൊ കലിയുഗത്തിൽ നമ്മൾക്ക് ഈ കാര്യമൊന്നും സാധിക്കില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെ. നമ്മളോട് ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വനത്തിൽ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതൊന്നും കലിയുഗത്തിൽ നമുക്ക് സാധിക്കുകയില്ല. അതിനുശേഷം 11ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു എങ്ങനെയാണ് നമ്മൾ ഇരിക്കേണ്ടത്, എവിടെയാണ് നമ്മൾ ഇരിക്കേണ്ടത് എന്നൊക്കെ. ഇരിക്കേണ്ട സ്ഥലത്തിന്റെ പ്രത്യേകത 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ, ഒരു ശുദ്ധിയായിട്ടുള്ള സ്ഥലത്തിരിക്കണം. ഒരു പുണ്യസ്ഥലത്താണ് നമ്മൾ ഇരിക്കേണ്ടത്. പുണ്യസ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങൾ, അതേപോലെ വനങ്ങൾ, ഇതൊക്കെ സാത്വിക ഗുണങ്ങളുള്ള സ്ഥലങ്ങൾ. ക്ഷേത്രങ്ങളിൽ ശാന്തമായിട്ട് ഇരിക്കാൻ സാധിക്കില്ല, അല്ലെ. ക്ഷേത്രങ്ങളൊക്കെ വലിയ തിരക്കായി പോയി. ക്ഷേത്രങ്ങളിലും നമ്മൾക്ക് ശാന്തി സമാധാനം ഒന്നും ഇന്ന് അനുഭവപ്പെടുന്നില്ല. അന്നത്തെ കാലത്ത് ആ ഒരു ശാന്തത ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പം വനത്തിൽ പോകാനും നമ്മൾക്ക് സാധിക്കില്ല. ഒന്നുകിൽ വനത്തിൽ പോകണം, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയിട്ട് ആണ് ഇരിക്കേണ്ടത്. ഇരിക്കേണ്ടത് എവിടെയാണെന്ന് പറയുന്നുണ്ട്. നാത്യുച്ഛ്രിതം നാദിനീജം ശൈലാജിന കുശോത്തരം. അധികം ഉയരമുള്ള സ്ഥലത്ത് ഇരിക്കരുത്, അധികം താഴ്ന്ന സ്ഥലത്തും ഇരിക്കരുത്. നിരപ്പായിട്ടുള്ള സ്ഥലത്തിരിക്കണം, അല്ലെ. കുറെ കാലം ഇരിക്കാനുള്ളതാണ്. അതുകൊണ്ട് മുകളിലൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ താഴോട്ട് വീണു പോകും. അതുകൊണ്ട് നിരപ്പായിട്ടുള്ള സ്ഥലത്തിരിക്കാനാണ് പറയുന്നത്. അതേപോലെ ശൈലാജിന കുശോത്തരം, ആദ്യം കുശപ്പുല്ല് നിലത്ത് വിരിക്കണം. കുശപ്പുല്ലിന്റെ മുകളിൽ മാൻതോൽ വിരിക്കണം. അജിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻതോലാണ്. അതിന്റെ മുകളിൽ തുണി വിരിക്കണം. അതിന്റെ മുകളിലാണ് ഒരു യോഗി
യോഗ പരിശീലനത്തിന് വേണ്ടി ഇരിക്കേണ്ടതെന്ന് പറയും. അത് ചൈലാജിന കുശോത്തരം എന്ന് പറയും. അതിനുശേഷം മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. ആ മനസ്സിനെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? നമ്മുടെ ശരീരം ഋജുവാക്കി വെക്കണം, ശരീരം നേരെ വെക്കണം. നമ്മുടെ നട്ടെല്ല്, കഴുത്ത്, തല ഇതെല്ലാം ഒരു വരയിൽ വരുന്നത് പോലെ സ്ട്രെയിറ്റ് ആക്കി വെക്കണം എന്നാണ് പറയുന്നത്. സമം കായ ശിരോഗ്രീവം ധാരയൻ അചലം സ്ഥിര. ശരീരം, നട്ടെല്ല്, തല, ശിരസ് ഇതെല്ലാം ഒരേ നേർരേഖയിൽ വരുന്നത് പോലെ ഇരിക്കണം. സമം കായ ശിരോഗ്രീവം ധാരയൻ അചലം സ്ഥിര. എന്നിട്ട് എന്ത് വേണം? സംപ്രേഷ്യ നാസികാഗ്രം സ്വം ദിശസ്ഥാനവലോകയം. രണ്ട് കണ്ണുകൾ കൊണ്ടും മൂക്കിന്റെ അറ്റത്തേക്ക്, നാസികാഗ്രം മൂക്കിന്റെ അറ്റത്തേക്ക് നോക്കിയിരിക്കണം. ഇങ്ങനെയാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ ഒരു യോഗി ആരംഭിക്കുന്നത്. അതിനുശേഷം പ്രാണായാമം ചെയ്യണം. അതിനുശേഷം ഭഗവാനെ ധ്യാനിക്കാൻ ആരംഭിക്കണം. അതിൽ ബ്രഹ്മചര്യ വ്രതമൊക്കെ പാലിക്കണമെന്ന് 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് യഥാർത്ഥ യോഗം, അഷ്ടാംഗ യോഗം ചെയ്യാൻ സാധിക്കൂ. ഒറ്റയ്ക്ക് പോകണം. ഒറ്റയ്ക്ക് കാട്ടിൽ പോയിട്ട് ശുചിയായിട്ടുള്ള സ്ഥലത്ത് കുശപ്പുല്ല്, മാൻതോല്, തുണി ഇത് വിരിച്ചിരിക്കണം. കഴുത്ത്, നട്ടെല്ല്, ശിരസ് ഇതെല്ലാം ഒരേ നേർരേഖയിൽ വരണം. കണ്ണുകൊണ്ട് മൂക്കിന്റെ അറ്റത്തേക്ക് നോക്കിയിരിക്കണം. ഇതൊക്കെ നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയാണ് യഥാർത്ഥ യോഗം പരിശീലിക്കേണ്ടത്. അല്ല, ഈ യോഗത്തിലൂടെ അവസാനം ഭഗവാനെ ധ്യാനിക്കണം എന്നും പറയുന്നുണ്ട്. ഭഗവാനെയാണ് ധ്യാനിക്കേണ്ടത്. മനസംയമ്യ മച്ചിത്തോ യുക്ത ആസീത മത്പരം. ധ്യാനത്തിലൂടെ ആരെയാണ് ചിന്തിക്കേണ്ടത്? ഭഗവാനെയാണ് ചിന്തിക്കേണ്ടത്. അല്ലെ, യോഗ ക്ലാസ്സിൽ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ പറയുന്നില്ല. അവരെന്താണ് പറയുന്നത്? നിങ്ങൾ ഒരു തടാകത്തിനെ സ്മരിക്കൂ, അല്ലെങ്കിൽ ഒരു പ്രകാശത്തിനെ സ്മരിക്കൂ, അല്ലെങ്കിൽ ഒരു പുഷ്പത്തിനെ സ്മരിക്കൂ എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഭൗതിക വിഷയങ്ങളെ കുറിച്ചല്ല ധ്യാനത്തിൽ സ്മരിക്കേണ്ടത്. ഭഗവാനെ സ്മരിക്കുന്നതാണ് ധ്യാനം അല്ലെങ്കിൽ സമാധി എന്ന് പറയുന്നത്. അപ്പൊ അത് ഇന്നത്തെ കാലത്ത് എവിടെയും യഥാർത്ഥ യോഗം പരിശീലിക്കാൻ അത്ര സാധ്യമല്ല എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. അത് അർജുനൻ പറയുന്നുമുണ്ട്. അർജുനൻ പറയുന്നുണ്ട്, അങ്ങ് പറഞ്ഞു തന്നിട്ടുള്ള ഈ യോഗം എനിക്ക് പരിശീലിക്കാൻ സാധിക്കുകയില്ല എന്ന് അർജുനൻ ഓപ്പൺ ആയിട്ട് പറയും. കാരണം എന്താണ്? അർജുനൻ വളരെ സീരിയസ് ആയിട്ടാണ് ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത്. അപ്പൊ പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ ശരി ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗൗരവമുള്ള ഒരു പഠനമല്ല, അല്ലെ? ഓക്കെ, അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു പോട്ടെ, ഞാൻ ഓക്കെ യെസ് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല അർജുനൻ കേട്ടത്. വളരെ ഗൗരവമായിട്ട് കേട്ടത് കൊണ്ട്, പറ്റാത്ത കാര്യമായതുകൊണ്ട് അങ്ങ് പറഞ്ഞ കാര്യം എനിക്ക് പരിശീലിക്കാൻ സാധിക്കില്ല എന്ന് അർജുനൻ തുറന്നു പറയുന്നുണ്ട് എന്ന് നമ്മൾക്ക് 33ാമത്തെ ശ്ലോകത്തിൽ കാണാൻ സാധിക്കും. അർജുനൻ പറയുന്നുണ്ട്. അതെന്തായാലും ആ സമയത്ത് നമ്മൾക്ക് നോക്കാം. അതിന്റെ മുന്നേ ഭഗവാൻ ഇങ്ങനെ യോഗം പരിശീലിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഒരു യോഗിക്ക് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, യോഗിക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. 17ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യോഗ പദ്ധതിയിലൂടെ ഒരു വ്യക്തി തന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ആഹാരത്തിലൊക്കെ നിയന്ത്രണം വരുത്തി, ഉറക്കത്തിലൊക്കെ നിയന്ത്രണം വരുത്തി കഴിഞ്ഞാൽ ആ യോഗ കൊണ്ട് തന്നെ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് ഭഗവാൻ 17ാമത്തെ ശ്ലോകത്തിൽ. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖ. ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും യോഗ പരിശീലനം കൊണ്ട് തന്നെ മോചനം നേടാൻ സാധിക്കുമെന്ന് പറയും. കാരണം എന്താണ്? ആഹാരത്തിൽ നിയന്ത്രണം ഉണ്ടാകും, ഉറക്കത്തിൽ നിയന്ത്രണം ഉണ്ടാകും, അതേപോലെ ചെയ്യുന്ന പ്രവൃത്തികളിലും നിയന്ത്രണം ഉണ്ടാകും. അങ്ങനെ ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടാൻ യോഗ കൊണ്ട് സാധിക്കുമെന്ന് പറയും. അതിനുശേഷം ഭഗവാൻ പറയുന്നുണ്ട്, യോഗ കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. 19ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യോഗിനോ യഥചിത്തസ്യ യുഞ്ജതോ യോഗമാത്മന. ഭഗവാനെ നിരന്തരം ധ്യാനിച്ച് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അതേപോലെ ഉള്ളിൽ നിന്ന് വലിയ ആനന്ദം അനുഭവപ്പെടാൻ സാധിക്കും, ഉള്ളിൽ നിന്ന് സുഖം അനുഭവിക്കാൻ സാധിക്കും. നമ്മളെല്ലാവരും പുറത്തു നിന്നാണ് സുഖം അന്വേഷിക്കുന്നത്. പക്ഷെ ഈ ഒരു യോഗിക്ക്
ഉള്ളിൽ നിന്ന് സുഖം അനുഭവിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. 21ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സുഖം ആത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം. അതീന്ദ്രിയമായിട്ടുള്ള സുഖം, ഭഗവാനെ ധ്യാനിക്കുന്നതിലുള്ള ആ ഒരു ആനന്ദം ലഭിക്കാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. അങ്ങനെ ആനന്ദം ലഭിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പുറമെ വലിയ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും, ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നാൽ പോലും അതൊന്നും ആ യോഗിയെ ബാധിക്കുന്നില്ല എന്ന് പറയും. 22ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യം ലബ്ധാ ജാപൻ ലാഭം മന്യതേനാധികം തഥാ യസ്മിൻ സ്ഥിതോന ദുഃഖേന ഗുരുണാഭി വിചാലത. വലിയ വലിയ ദുഃഖങ്ങൾ വന്നാൽ പോലും ആ വ്യക്തിയെ ബാധിക്കുന്നില്ല എന്ന് ഭഗവാൻ എടുത്തു പറയുന്നു. അപ്പൊ ഇതൊക്കെ യോഗ പരിശീലിക്കുന്നതിന്റെ നേട്ടങ്ങളാണ്. യഥാർത്ഥ യോഗയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ദുഃഖങ്ങൾ ഇല്ലാതാകും, മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും, ഉള്ളിൽ നിന്ന് സുഖം അനുഭവപ്പെടാൻ തുടങ്ങും, പുറമേ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങളൊന്നും നമ്മളെ ബാധിക്കാത്ത അവസ്ഥ വരും എന്ന് പറയുന്നു. വ്യത്യസ്തമായിട്ടുള്ള നേട്ടങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട്. അതേപോലെ വലിയ ശാന്തി സമാധാനം നമ്മൾക്ക് അനുഭവപ്പെടും എന്ന് 27ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. പ്രശാന്ത മനസം ഹേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതം അകൽമഷം. വലിയ ശാന്തി നമ്മൾക്ക് അനുഭവപ്പെടും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് എങ്ങനെ യോഗ പദ്ധതി ചെയ്യണം, എങ്ങനെയാണ് ഇരിക്കേണ്ടത്, എങ്ങനെയാണ് മനസ്സിനെ നിയന്ത്രിക്കേണ്ടത്, ആരെയാണ് ധ്യാനിക്കേണ്ടത്, ഇതൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഈ യോഗ ചെയ്തത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ കേട്ട സമയത്ത് അർജുനൻ എന്താണ് പറഞ്ഞത്, അങ്ങ് പറഞ്ഞിട്ടുള്ള ഈ യോഗ പദ്ധതി എനിക്ക് പരിശീലിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം അർജുനൻ തുറന്നു പറഞ്ഞു. 33ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അർജുനൻ പറയുന്നു, യോയം യോഗസ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം. അങ്ങ് പറഞ്ഞിട്ടുള്ള ഈ യോഗ പദ്ധതി, യോയം യോഗസ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം, അതെനിക്ക് പരിശീലിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അല്ലെ, ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് കാട്ടിൽ പോയിരിക്കണം, എന്നിട്ട് ശൈലാജിന കുശോത്തരം, എന്തൊക്കെ വേണം, കുശപ്പുല്ല് വേണം, മാൻതോല് വേണം, അതിന്റെ മുകളിൽ തുണി വിരിച്ച് ഇരിക്കണം, തല, നട്ടല്, കഴുത്ത് ഇതൊക്കെ സ്ട്രൈറ്റ് ആയിട്ട് വെക്കണം, കണ്ണുകൊണ്ട് മൂക്കിനറ്റത്തേക്ക് നോക്കി ഇരിക്കണം. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഇരിക്കണം. അങ്ങനെയാണ് നമ്മൾക്ക് ധ്യാനത്തിൽ പുരോഗതി നേടാൻ സാധിക്കുന്നത്. അപ്പൊ ഇത് തനിക്ക് സാധിക്കുകയില്ല, ഞാനൊരു സാധാരണ കുടുംബസ്ഥനാണ്, അല്ലെ, വീട്ടിൽ കല്യാണം കഴിച്ച് ഭാര്യയും മക്കളൊക്കെ ഉള്ള ആളാണ്, ഇതെനിക്ക് സാധിക്കുന്നതല്ല എന്ന് അർജുനൻ തുറന്നു പറഞ്ഞു. മാത്രമല്ല മനസ്സ് നിയന്ത്രിക്കാൻ സാധിക്കാത്തതാണ് എന്നും അർജുനൻ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ എന്താണ് പറഞ്ഞത്, നമ്മൾ ഓരോ കാലത്തിലേക്കും നിശ്ചയിച്ചിട്ടുള്ള യോഗ പദ്ധതി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് സാധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു. അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം. അത് ശരിയാണ്, മനസ്സ് നിയന്ത്രിക്കാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ അഭ്യാസേനത് കൗന്ദയ, അഭ്യാസം, ഓരോ കാലത്തേക്കുമുള്ള യോഗ പദ്ധതികളുണ്ട്. ആ യോഗ പദ്ധതി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് തീർച്ചയായിട്ടും മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ പറഞ്ഞത്. അല്ലെ, അപ്പം നമ്മൾ കലിയുഗത്തിലുള്ള ആളുകളും കലിയുഗത്തിലേക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ആ യോഗ പദ്ധതിയാണ് സ്വീകരിക്കേണ്ടത്. അല്ലെ, കലിയുഗത്തിലേക്ക് നിർദ്ദേശിക്കുന്ന യോഗ പദ്ധതി ഏതാണെന്ന് നമ്മൾ പറഞ്ഞു, നാമജപമാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അങ്ങനെ അത് അഭ്യസിച്ചു കഴിഞ്ഞാൽ, അഭ്യാസേനത് കൗന്ദേയ, തുടർച്ചയായിട്ട് അഭ്യസിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്കും പുരോഗതി ഉണ്ടാകും, ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കും, ഭഗവാനുമായിട്ട് ബന്ധം നമ്മൾക്ക് സ്ഥാപിക്കാൻ സാധിക്കും എന്ന് ഭഗവാൻ മറുപടി പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇത് കേട്ട സമയത്ത് അർജുനന് മറ്റൊരു സംശയമുണ്ടായി. എന്താണ്, അപ്പം ഭഗവാൻ നിർദ്ദേശിച്ചനുസരിച്ചിട്ട് യോഗ പദ്ധതിയിലേക്ക് വന്നു, ഓരോ കാലത്തിനും അനുസരിച്ചിട്ടുള്ള യോഗ പദ്ധതി സ്വീകരിച്ചു. കലിയുഗത്തിലാണെങ്കിൽ നാമജപം സ്വീകരിച്ചു, അല്ലെ, ദ്വാപരയുഗത്തിലാണെങ്കിൽ വിഗ്രഹാരാധന സ്വീകരിച്ചു, മറ്റു യുഗങ്ങളിൽ വ്യത്യസ്ത യോഗ പദ്ധതികൾ സ്വീകരിച്ചു. അതിൽ വന്ന് കുറച്ചു കാലം കഴിഞ്ഞ് തിരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
അല്ലെങ്കിൽ കുറെ കാലത്തേക്ക് വന്നു, പിന്നീട് തനിക്ക് തുടരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്താണ് അതിന്റെ ഗുണദോഷങ്ങൾ? അതിനെന്തെങ്കിലും ദോഷമുണ്ടോ? ഞാൻ യോഗത്തിലേക്ക് വന്നു, യോഗ പദ്ധതിയിലേക്ക് വന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ജപിക്കാൻ തുടങ്ങി, അത് തുടരാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അത് ദോഷമല്ലേ? പലരും പറയാറുണ്ട്, നമ്മൾ നാമം ജപിക്കാൻ പറയുന്ന സമയത്ത് ആളുകൾ പറയും, ഇല്ല അതെനിക്ക് തുടരാൻ പറ്റുമോ എന്നറിയില്ല, കുറച്ചു കാലം ചെയ്തു കഴിഞ്ഞ് പിന്നെ നിർത്തി കഴിഞ്ഞാൽ ദോഷമാണ് അല്ലെ? ഭഗവത്ഗീത വായിക്കാൻ പറയുമ്പോൾ പറയും, എനിക്ക് ഇപ്പം സാധിക്കുന്നുണ്ട്, പിന്നീട് സാധിക്കുമെന്ന് അറിയില്ല. നമ്മൾ തുടങ്ങി വെച്ചിട്ട് ഇനി നമ്മളുടെ മക്കളൊന്നും ചെയ്തിട്ടില്ലെങ്കിലോ അത് ദോഷമല്ലേ എന്ന് ആളുകൾ പറയാറ് അല്ലെ? നമ്മൾ തുടങ്ങി വെച്ചു, ഇനി മക്കളൊന്നും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ദോഷമല്ലേ? അത് വലിയ നമ്മുടെ തറവാടിന് ദോഷമല്ലേ? നമ്മുടെ വീടിന് ദോഷമല്ലേ എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. ആ ഒരു സംശയമാണ് അർജുനൻ ചോദിച്ചത്. തുടങ്ങി വെച്ചു, പക്ഷെ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അവരുടെ ഗതി എന്താണ് എന്നാണ് അർജുനൻ ചോദിച്ചത്. 37ാമത്തെ ശ്ലോകത്തില് അർജുനൻ ചോദിക്കുന്നുണ്ട്, അയതി ശ്രദ്ധയോപേതോ യോഗ ചലിത മാനസ അപ്രാപ്യ യോഗ സംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. ആദ്യമൊക്കെ വലിയ ശ്രദ്ധയോടുകൂടി വന്നു, ആദ്യം വിശ്വാസത്തോടു കൂടി വന്നു, പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോൾ നിർത്തി. അവരുടെ ഗതി എന്താണ്? കാം ഗതിം കൃഷ്ണ ഗച്ഛതി. അവർക്കൊന്നുമില്ലാതെ ആയി പോവില്ലേ? അവർക്ക് ഭൗതിക നേട്ടവും ഉണ്ടാവില്ല, ആത്മീയ നേട്ടവും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു സംശയം, ആ സംശയത്തിന് മറുപടി അങ്ങ് പറഞ്ഞു തരണം എന്ന് അർജുനൻ പറയുകയാണ്. അപ്പൊ ഭഗവാൻ ആദ്യം തന്നെ പറഞ്ഞത് എന്താണ്? 40ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, പാർത്ഥാ നൈവേഹ നാമുത്ര വിനാശസ്തസ്യ വിദ്യതേ നഹി കല്യാണകൃത്കശ്ചിത് ദുർഗതിം താത് ഗച്ഛതി. ഒരിക്കലുമില്ല. ഭഗവാൻ പറയുന്നു, ഒരിക്കലും ദുർഗതി ഉണ്ടാകുന്നില്ല. ഭഗവാനെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള യോഗ പദ്ധതികൾ സ്വീകരിച്ച ഒരു വ്യക്തിക്ക് അത് ഏറ്റവും മംഗളകരമായിട്ടുള്ള പ്രവർത്തനമായതുകൊണ്ട്, അത് തുടങ്ങി വെച്ചത് കൊണ്ട് തന്നെ വലിയ നേട്ടമാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു ദുർഗതി സംഭവിക്കുന്നില്ല എന്ന് ഭഗവാൻ ഉറപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. കുറച്ചു കഴിഞ്ഞാൽ തുടരാൻ സാധിച്ചില്ലെങ്കിൽ ദോഷമുണ്ടാകുമോ എന്ന് വിചാരിച്ച് നമ്മൾ തുടങ്ങാതിരിക്കരുത്, ഭഗവാന്റെ നാമം ജപിക്കാതിരിക്കരുത്. നേരത്തെയും ഭഗവാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബുദ്ധിയോഗം 2ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ സമയത്ത് 40ാമത്തെ ശ്ലോകത്തിൽ, സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. കുറച്ചെങ്കിലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നേട്ടം മാത്രമേ ഉള്ളൂ, ഇതിന് യാതൊരു നഷ്ടവുമില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതേ കാര്യം ഭഗവാൻ ഇവിടെ പറയുന്നു, പാർത്ഥാ നൈവേഹ നാമുത്ര വിനാശസ്തസ്യ വിദ്യതേ നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. ഭഗവാനോട് അടുക്കാൻ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും മംഗളകരമായിട്ടുള്ള പ്രവർത്തനമാണ്. പ്രത്യേകിച്ചും ഭക്തിയോഗം, ഭഗവാന്റെ നാമജപം, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത്, ഭഗവത്ഗീത വായിക്കുന്നത്, ഭാഗവതം വായിക്കുന്നത്, ഇതൊക്കെ ഏറ്റവും മംഗളകരമായിട്ടുള്ള കാര്യമാണ്. അതിന് യാതൊരു ദോഷവുമില്ല. കുറച്ചു കഴിഞ്ഞ് നമ്മൾക്ക് നിർത്തേണ്ടി വന്നാൽ പോലും നഷ്ടമില്ല. അതിൽ തുടങ്ങിയ ഒരു വ്യക്തിക്ക് ദുർഗതി ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. തുടങ്ങിയാൽ തന്നെ വലിയ കാര്യമാണ്, തുടങ്ങിയാൽ തന്നെ വലിയ നേട്ടമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ അവർക്ക് എന്ത് സംഭവിക്കും എന്നാണ് അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഈ യോഗ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും, മോക്ഷം ലഭിക്കും, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനും സാധിക്കും. പക്ഷെ അവിടെ വരെ എത്താൻ പറ്റിയില്ല, പകുതി വെച്ച് നിർത്തേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. 41ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, പ്രാപ്യ പുണ്യകൃതാൻ ലോകാൻ ഉഷിത്വാ ശാശ്വതി സമ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോ അഭിജായതേ. കുറച്ചൊക്കെ ഭക്തിയോഗത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ കുറച്ചൊക്കെ യോഗ കാര്യങ്ങൾ ചെയ്തു, ഭഗവാന്റെ നാമജപം ചെയ്തു. അപ്പൊ കുറച്ച് ചെയ്തിട്ട് നിർത്തുന്ന ആളുകളുടെ ഗതിയാണ് 41ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? പ്രാപ്യ പുണ്യകൃതാൻ ലോകാൻ ഉഷിത്വാ ശാശ്വതി സമ. അവർ ഉയർന്ന ലോകങ്ങളിലേക്ക് പോകും, സ്വർഗീയ ലോകങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഉയർന്ന പുണ്യാത്മാക്കളായിട്ടുള്ള ഭക്തന്മാർ ജീവിക്കുന്ന ലോകങ്ങളിലേക്ക് പോകും. അതിനുശേഷം ഭക്തിയോഗം വീണ്ടും പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവർ വീണ്ടും താഴോട്ട് വരും, ഭൂമിയിലേക്ക് തിരിച്ചു വരും. അപ്പൊ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് എങ്ങനെയുള്ള വീടുകളിലാണ് അവർ ജനിക്കുന്നത് എന്നാണ് പറയുന്നത്. ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായ. ശുചീനാം ശ്രീമതാം ഗേഹേ,
നല്ല ഐശ്വര്യമുള്ള വീടുകളിൽ, ശ്രീമതാം ഗേഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യവും സമ്പത്തും ഒക്കെയുള്ള വീടുകളിൽ അവർക്ക് ജനിക്കാനുള്ള അവസരം ഉണ്ടാകും. അപ്പൊ എന്താണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വീണ്ടും ഭഗവാന്റെ സേവനം അവർക്ക് ചെയ്യാൻ സാധിക്കും അല്ലെ. ജീവിതത്തിന് വേണ്ടി വലിയ പ്രയാസപ്പെടാതെ വീണ്ടും ഭഗവത് സേവനം തുടർന്ന് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും അല്ല. ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞിട്ട് അവർക്ക് അതിൽ നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യമുണ്ടാവില്ല. അതിനുള്ള സൗകര്യം ഭഗവാൻ ചെയ്തു കൊടുക്കും. ഇനി അതല്ല, ഒരുപാട് കാലം ഭഗവാന്റെ സേവനം ചെയ്തു, ഒരുപാട് കാലം ഭഗവാനെ ഭജിച്ചു, അവസാന സമയത്ത് അവര് നിർത്തി, തുടരാൻ സാധിച്ചില്ല. അങ്ങനെയുള്ളവർക്ക് കുറേയും കൂടി മെച്ചപ്പെട്ട ഒരു അവസരം ഭഗവാൻ കൊടുക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം. അവർക്ക് ആത്മീയമായിട്ടുള്ള ഉയർന്ന വ്യക്തികളുടെ കുടുംബത്തിൽ ജനിക്കാൻ സാധിക്കും. ഉയർന്ന ഭക്തന്മാരുടെ കുടുംബത്തിൽ അവർക്ക് ജനിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് നേട്ടം? അവർക്ക് പെട്ടെന്ന് തന്നെ ഭക്തിയോഗം, ആ ജന്മത്തിൽ തന്നെ ഭക്തിയോഗം പൂർത്തീകരിച്ച് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള അവസരം ഉണ്ടാവും. ചെറുപ്പത്തിൽ തന്നെ ഭഗവാനെ കുറിച്ച് കേൾക്കാനും ചെറുപ്പത്തിൽ തന്നെ ഭഗവാന്റെ സേവനത്തിനെ കുറിച്ച് അറിയാനും ഭഗവാന് സേവനം ചെയ്യാനും ഒക്കെ ഉള്ള അവസരം അവർക്കുണ്ടാകും. അങ്ങനെ അവർക്ക് ആ ജന്മത്തിൽ തന്നെ ഭക്തിയോഗം പൂർത്തീകരിച്ച് തിരിച്ചു പോകാനുള്ള അവസരം ഉണ്ടാകും. അതെങ്ങനെയുള്ളവർക്കാണ്? ഒരുപാട് കാലം ഭഗവാനെ സേവിച്ച് അവസാനം വിട്ടുപോയവർക്കുള്ളതാണ്. അത് വലിയ ഭാഗ്യമാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം ഏതദ്ധി ദുർലഭതരം ലോകേ ജന്മ യതീദൃശം. ഭക്തന്മാരുടെ കുടുംബത്തിൽ വന്ന് ജനിക്കാനുള്ള അവസരമുണ്ടാകും എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ജനിക്കുന്ന സമയത്ത് അവർക്ക് പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ള ഭക്തിയോഗത്തിനെ കുറിച്ച് ഓർമ്മ ഭഗവാൻ തന്നെ കൊടുക്കുമെന്നാണ് പറയുന്നത്. എന്തോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഈ നാമം ജപിക്കുന്നതൊക്കെ നല്ലതാണല്ലോ, ഭഗവത്ഗീത നമ്മൾ പഠിക്കേണ്ടതാണല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മൾക്കുണ്ടാകും. അത് കേൾക്കാൻ നമ്മൾക്ക് താല്പര്യം ഉണ്ടാകും അല്ലെ. എല്ലാവർക്കും അങ്ങനെ താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നാമം ജപിക്കുന്നത് നല്ലതാണ്, അതേപോലെ ഭാഗവതം വായിക്കേണ്ടതാണ്, ഭഗവത്ഗീത പഠിക്കേണ്ടതാണ് എന്നൊക്കെ ഒരു ചിന്ത ഉള്ളിൽ നിന്ന് ഭഗവാൻ തന്നെ നമ്മൾക്ക് തോന്നിപ്പിക്കും. കാരണം എന്താണ്? പൂർവ്വജന്മങ്ങളിൽ നമ്മൾ അത് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾക്ക് അതിനോട് താല്പര്യം, ആകർഷണം ഉണ്ടാകുന്നത്. നാമസങ്കീർത്തനത്തിലുള്ള ആകർഷണം, നാമജപത്തിലുള്ള ആകർഷണം, ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയിട്ടുള്ള ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളോടുള്ള ആകർഷണം, ഇതൊക്കെ പൂർവ്വജന്മത്തിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ ആത്മീയ സമ്പത്താണ്. എല്ലാവർക്കും അതിൽ അത്ര പെട്ടെന്ന് ആകർഷണം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അത് തുടർന്നും അടുത്ത ജന്മത്തിൽ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതൊരിക്കലും നഷ്ടമാകുന്നില്ല. ഒരിക്കലെങ്കിലും നമ്മൾ യോഗ പദ്ധതിയിലേക്ക് വന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ സേവനം ചെയ്യാൻ ആരംഭിച്ചു, അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നാണ് ഭഗവാൻ വ്യക്തമാക്കുന്നത്. കുറച്ച് ചെയ്താൽ അത് നമ്മൾക്ക് പെർമനന്റ് ആയിട്ട് നമ്മുടെ ബാലൻസ്, ബാങ്ക് ബാലൻസ് ആയിട്ട് ഉണ്ടാകും എന്ന് പറയുന്നു. അതിനുശേഷം ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള യോഗിമാരെ കുറിച്ച് പറയുന്നു. വ്യത്യസ്തമായിട്ടുള്ള യോഗിമാരിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള യോഗി ഭഗവാന് സേവനം ചെയ്യുന്ന ആ യോഗിയാണ് എന്ന് പറയുന്നു. വ്യത്യസ്ത യോഗിമാരുണ്ട്. കർമ്മയോഗി, ജ്ഞാനയോഗി, ധ്യാനയോഗി, അഷ്ടാംഗയോഗി, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള യോഗിമാര്. ഭക്തിയോഗി. ഇതിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള യോഗി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നു, ഭഗവാനെ സേവിക്കുന്ന ശ്രദ്ധാവാൻ ഭജതേയോമാം. 47ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ശ്രദ്ധാവാൻ ഭജതേയോമാം സമയയുക്തതമോമത എന്ന് പറയുന്നു. ഏറ്റവും ഉന്നതനായിട്ടുള്ള യോഗി ശ്രദ്ധയോടുകൂടി, ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം, ഭഗവാനെ വിശ്വാസത്തോടുകൂടി സേവിക്കുന്ന യോഗിയാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ള യോഗി എന്ന് ഭഗവാൻ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഭഗവത്ഗീത നമ്മളോട് നിർദ്ദേശിക്കുന്നത് ഭക്തിയോഗം ചെയ്യണമെന്നാണ്. ഭക്തിയോഗമാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള യോഗം എന്ന് ഭഗവാൻ തന്നെ എടുത്തു പറയുന്നു. ഇനിയുള്ള അധ്യായങ്ങളിൽ എങ്ങനെ ഭക്തിയോഗത്തിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാം എന്നാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. അപ്പൊ ഇനിയുള്ള അധ്യായങ്ങൾ കൂടുതൽ രഹസ്യമായിട്ടുള്ള അധ്യായങ്ങളാണ്. കാരണം നേരിട്ട് ഭഗവാനെ കുറിച്ച് പറയുന്ന, ഭഗവാന്റെ ഭക്തിയോഗത്തിനെ കുറിച്ച് പറയുന്ന അധ്യായങ്ങളാണ്. അതുകൊണ്ട് 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ കൂടുതൽ രഹസ്യമായിട്ടുള്ള അധ്യായങ്ങളാണ്. അപ്പൊ അതെല്ലാം ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ
എന്നും പറയുന്നുണ്ട്. ഭക്തിയോഗത്തിനെ കുറിച്ചാണ് ഇനിയുള്ള അധ്യായങ്ങളിൽ പറയുന്നത്. ഈ അധ്യായത്തിന്റെ അവസാനം ഭഗവാൻ പറഞ്ഞു വെച്ചത് ഭക്തിയോഗമാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള യോഗം എന്ന് ഭഗവാൻ പറഞ്ഞു വെക്കുകയാണ്. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ എങ്ങനെ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാം, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് നേട്ടം എന്നൊക്കെ അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട്. 7ാമത്തെ അധ്യായത്തിൽ. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും, ഇന്ന് നമ്മൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. ലാഭനഷ്ടങ്ങൾ നോക്കാതെ ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യുന്നവനാണ് ഒരു സന്യാസി എന്ന് പറയില്ലേ? അത് ഭക്തനും അങ്ങനെയാണല്ലേ? ഭക്തനും അങ്ങനെ തന്നെ തന്നെ. യെസ്, യഥാർത്ഥത്തിൽ ഭക്തനെ തന്നെയാണ് ഭഗവാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ആ വരിയിൽ തന്നെ, ആ ശ്ലോകത്തിൽ തന്നെ യോഗി എന്നും ഭഗവാൻ പറയുന്നുണ്ട്. സ യോഗി. യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തനാണ്, ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യുന്ന വ്യക്തിയാണ് യോഗി എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥ സന്യാസി ഭഗവാന്റെ ഭക്തൻ തന്നെയാണ് എന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെ? അല്ലാതെ ഭൗതിക കർമ്മങ്ങൾ ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രം സന്യാസിയാകുന്നില്ല, അല്ലെങ്കിൽ സന്യാസത്തിൽ പൂർണ്ണത വരുന്നില്ല. ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യാൻ തുടങ്ങണം. അപ്പോഴാണ് ഒരു വ്യക്തി യഥാർത്ഥ സന്യാസി ആകുന്നത്, അല്ലെങ്കിൽ സന്യാസത്തിൽ പൂർണ്ണത വരുന്നത്. അത് ഭക്തൻ തന്നെയാണ് സന്യാസത്തിൽ പൂർണ്ണത വന്നിട്ടുള്ള വ്യക്തി. അതുകൊണ്ട് ഭക്തൻ പിന്നീട് വീണ്ടും പോയിട്ട് സന്യാസം എടുക്കേണ്ട ആവശ്യമില്ല, ഭക്തി തുടർന്നു പോയാൽ മതി. ഹരേ കൃഷ്ണ. യെസ്, വേറെന്തെങ്കിലും സംശയമുണ്ടോ? ഇന്ന് വായിച്ചതിൽ വേറെന്തെങ്കിലും സംശയമുണ്ടോ?